ചൂസ് ചെയ്യുക. ഇവിടെ കിട്ടുന്ന ഫംഗ്ഷൻ ആർഗ്യുമെൻ്റ് ഡയലോഗ് ബോക്സിൽ നമ്മൾ ഇതിന് വേണ്ട ഫംഗ്ഷൻ ആർഗ്യുമെൻ്റ് സെൽ റേഞ്ച് പറഞ്ഞു കൊടുക്കുക. ഇവിടെ നമുക്ക് F2 മുതൽ F15 വരെയുള്ള സെല്ലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട മാക്സിമം ഫംഗ്ഷനിലേക്ക് അപ്ലൈ ചെയ്യേണ്ട. ഇതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം. നോക്കുക, നമ്മൾ കൊടുത്ത ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. 267. ഇതുപോലെ തന്നെ നമുക്ക് ടോട്ടൽ മാർക്കിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മിനിമം മാർക്ക് എത്രയെന്ന് കണ്ടുപിടിക്കാം. അതിനു വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ് മിൻ ഫംഗ്ഷൻ. ഇതിനായിട്ട് ഒരു ഫീൽഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം നമുക്ക് റിസൾട്ട് ഇടേണ്ട സെല്ല് സെലക്ട് ചെയ്യാം. ഇൻസേർട്ടിൽ നിന്ന് ഫംഗ്ഷൻ വഴി ഓൾ ഫങ്ഷൻസ്, ഇവിടെ നിന്ന് മിൻ ഫംഗ്ഷൻ നമ്മൾ ചൂസ് ചെയ്യാം. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം. മുമ്പ് ചെയ്ത പോലെ തന്നെ നമ്മളിവിടെ ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. മുമ്പ് കൊടുത്ത അതേ സെൽ റേഞ്ചാണ് നമുക്കിവിടെയും കൊടുക്കേണ്ടത്. നോക്കുക, 134 ആണ് ഇവിടുത്തെ ലോവസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ട്. ഇതേ രീതിയിൽ നമുക്ക് മാക്സിമം, മിനിമം എന്നീ രണ്ട് ഫംഗ്ഷനുകൾ മാർക്കിൻ്റെ ബേസിലും ടോട്ടൽ മാർക്കിൻ്റെ ബേസിലും കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി നമുക്ക് തയ്യാറാക്കിയ മാർക്ക് ലിസ്റ്റിനെ അതിൻ്റെ ഗ്രാഫിക്കൽ വ്യൂ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഗ്രാഫിൽ വരേണ്ട ഡേറ്റയുടെ സെൽ റേഞ്ച് പറഞ്ഞു കൊടുക്കുക. ഇതിനുശേഷം ഇൻസേർട്ട് മെനുവിൽ നിന്ന് ചാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് കിട്ടുന്ന ചാർട്ട് വിസാർഡിൽ ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള ചാർട്ടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഉദാഹരണമായിട്ട് കോളം, ബാർ, ലൈൻ. ഇതിന് ഓരോന്നിനും ഇതിന് സബ് ടൈപ്പുകൾ ഇവിടെ കാണാൻ പറ്റും. ഈ ടൈപ്പിൻ്റെ ഗ്രാഫിക്കൽ വ്യൂ ഏത് രീതിയിലാണ് ഈ ബട്ടണെ പ്രസ് ചെയ്താൽ നമുക്ക് ദൃശ്യമാകും. നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ചാർട്ട് ടൈപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ റേഞ്ചിനെ ബേസ് ചെയ്തുള്ള ചാർട്ടിൻ്റെ വ്യൂ ആണ് കാണുന്നത്. ഇതിൻ്റെ സീരീസ് നമുക്ക് റോസ് ആയിട്ടും കോളംസ് ആയിട്ടും ജനറേറ്റ് ചെയ്യും. നമുക്ക് വേണ്ട സീരീസ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ചാർട്ടിന് ആദ്യം ഒരു ടൈറ്റിൽ കൊടുക്കുക. അതിനുശേഷം ചാർട്ടിൻ്റെ കാറ്റഗറിയിൽ എക്സ് ആക്സിസിൽ നമ്മൾ ഒരു നെയിം എൻ്റർ ചെയ്യുക. നോക്കുക, ഇവിടെ എക്സ് ആക്സിസിൽ സ്റ്റുഡൻസിൻ്റെ നെയിമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നെയിം എന്ന് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. വൈ ആക്സിസിൽ സ്റ്റുഡൻസിൻ്റെ മാർക്കാണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വൈ ആക്സിസിൽ മാർക്ക് എൻ്റർ ചെയ്തു പോവുക. ഇതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചാർട്ടിന് നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇവിടെ രണ്ട് ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ഓപ്ഷൻ ആസ് ന്യൂ ഷീറ്റ്. ചാർട്ടിനെ നമുക്ക് പുതിയൊരു പേജിലേക്ക് ജനറേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ചാർട്ട് 1 എന്ന് പറയുന്ന ഒരു ഡിഫോൾട്ട് നെയിം ഇവിടെ കിടക്കുന്നത്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ആസ് ഒബ്ജക്റ്റ് ഇൻ. ചാർട്ടിനെ നമുക്ക് ഡിഫോൾട്ട് ഷീറ്റിലേക്കോ അതല്ലെങ്കിൽ നമ്മുടെ വർക്ക് ബുക്കിലുള്ള
മറ്റു ഷീറ്റുകളിലേക്കോ പ്രിന്റ് ചെയ്യിക്കാം. ഇവിടെ നമുക്ക് ഏത് ഓപ്ഷനാണ് വേണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഉദാഹരണമായിട്ട് ആസ് ന്യൂ ഷീറ്റാ വേണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫിനിഷ് ബട്ടനെ ക്ലിക്ക് ചെയ്യുക. നോക്കുക, ഇവിടെ നമുക്ക് ചാർട്ട് 1 എന്ന് പറയുന്ന ന്യൂ പേജിലേക്കാണ് നമ്മുടെ ഗ്രാഫിക്കൽ വ്യൂ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് കുറച്ചും കൂടെ വലുതാക്കി കാണണമെങ്കിൽ ഇതിൻ്റെ സൂം സൈസ് ഇവിടുന്ന് കൂട്ടിക്കൊടുക്കുക. നമ്മുടെ ചാർട്ടിൻ്റെ ഗ്രാഫിക്കൽ വ്യൂ ആണ്